അപൂർവ ജാതകം. രചന മാർത്താമറിയം. അവതരണം ജംസി. അമ്മയുടെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമ്മയ്ക്കൊരു ഡോസ് കൊടുക്കാമെന്ന് കരുതി അവൻ തിരിഞ്ഞു. എൻ്റെ ഫ്രണ്ട് തീർത്തയെ കാണാൻ. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവൾ വിളിച്ചിരുന്നു. എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്ന്. മാധവ് അത് പറയുമ്പോൾ നെറുകയിൽ ശക്തമായൊരടി കിട്ടിയതുപോലെ പാർവതി വിറച്ചുപോയി. നീ എന്താ പറയുന്നത്? നീ എന്തിനാ അവളെ കാണാൻ പോകുന്നത്? ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ പാർവതി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അവൾക്കെന്തോ പറയാനുണ്ടെന്ന്, അത്യാവശ്യമാണെന്ന്. ഞാനെന്നാ പോയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ചൂണ്ട് വിരലിലിട്ട് കാറിൻ്റെ കീ കറക്കിക്കൊണ്ട് അവൻ പോർച്ചിലേക്ക് നടന്നു. ഭഗവാനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? താൻ അവളെ ചെന്ന് കണ്ട കാര്യം പറയാനായിരിക്കുമോ അവൾ അവനെ വിളിച്ചത്? പാർവതിയുടെ മനസ്സിൽ ആദിയേറി. മോനെ കണ്ണാ, ഒന്ന് നിന്നേടാ. പാർവതി വേഗത്തിൽ അവൻ്റെ പിറകെ ചെന്നു. എന്താ അമ്മേ? ഈയൊരു വരവ് അവൻ പ്രതീക്ഷിച്ചതായിരുന്നു. എടാ, നിന്നെ ഒന്ന് കാണണമെന്ന് അച്ചമ്മ പറഞ്ഞിരുന്നു. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മയത്തിൽ പാർവതി ചോദിച്ചു. നമുക്കെന്നാ വൈകിട്ട് പോവാം അമ്മേ. ഇപ്പോൾ എന്തായാലും ചെല്ലാമെന്ന് വാക്ക് കൊടുത്തു പോയില്ലേ? അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ഞാൻ പോയിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. അമ്മ റെഡിയായി നിന്നോ, വന്നിട്ട് നമുക്ക് പോവാം. പതിയെ അമ്മയുടെ കൈവിടിവിച്ച് അവൻ കാറിലേക്ക് കയറി. തൻ്റെ പദ്ധതികളെല്ലാം പാളി. അതിൻ്റെ വിഷമത്തിൽ പാർവതി അവനെ നോക്കി നെടുവീർപ്പിട്ടു. കാറ് ഗേറ്റ് കടന്നു പോയതും ആർദ്ര സിറ്റൗട്ടിലേക്ക് വന്നു. പുന്നാര മോൻ എങ്ങോട്ടാ പോയത് എന്ന് മനസ്സിലായോ? ദേഷ്യത്തോടെ അവൾ പാർവതിയോട് ചോദിച്ചു. അവളുടെ ആ ഭാവം കണ്ട് പാർവതി പകച്ചുപോയി. ഒന്നും പറയാതെ വല്ലായ്മയോടെ പാർവതി അവളെ നോക്കി. പിന്നെ തല കുമ്പിട്ടു. ഇന്നൊരു തീരുമാനം എനിക്കറിയണം. അയാൾക്ക് എന്നെ വേണോ അതോ അവളെ വേണോ എന്ന്. എന്നിട്ട് വേണം എനിക്കൊരു തീരുമാനമെടുക്കാൻ. അതും പറഞ്ഞുകൊണ്ട് മുറുകിയ മുഖത്തോടെ അവൾ തിരിഞ്ഞു നടന്നു. മാധവിനെ ആർദ്ര അയാൾ എന്ന് വിളിക്കുന്നത് കേട്ട് പാർവതി ഞെട്ടിപ്പോയി. അവളിതാദ്യമായിട്ടാണ് ഇത്ര ദേഷ്യത്തോടെ അവനെ അങ്ങനെ വിളിക്കുന്നത്. ഇവളിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. പാർവതിയുടെ ആദിയേറി. വേറെ ആരെങ്കിലും കേട്ടോ എന്നറിയാനായി അവർ ഹാളിലേക്ക് എത്തി നോക്കി. ഭാഗ്യം, ജാനകി അടുക്കളയിലും ചിന്നു മുറിയിലുമാണ്. അതുകൊണ്ട് വേറെ ആരും കേട്ടില്ല എന്ന ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പാർവതി തൻ്റെ മുറിയിലേക്ക് നടന്നു. മേലേടത്ത് നിന്നും ഇറങ്ങിയ മാധവ് ആദ്യം പോയത് ബാങ്കിലേക്കായിരുന്നു. ക്യാബിനിൽ ഇരിക്കുകയായിരുന്ന വിഷ്ണു മാധവിനെ കണ്ടതും അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. ഇന്നിപ്പോൾ എന്ത് പ്രശ്നമാണാവോ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊരാദിയും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്താടാ? അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നീയൊന്ന് വരാമോ? ഇന്നലത്തെ ദേഷ്യം അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നില്ല. എടാ, ഇപ്പോൾ ടൈറ്റ് അവറല്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയോ? ബാങ്കിലെ തിരക്കിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. തിരക്കിനേക്കാൾ കൂടുതൽ അവനെ ഒഴിവാക്കണമെന്ന ചിന്തയായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിൽ. ഓക്കെ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞ് മാധവ് വെയിറ്റിംഗ് ലോഞ്ചിലേക്ക് നടന്നു. അവൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ വിഷ്ണു കൂടുതൽ ടെൻഷനായി. അവൻ പതിയെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. വെയിറ്റിംഗ് ലോഞ്ചിൽ മാധവനെ കണ്ട് അവനെ പരിചയമുള്ള സ്റ്റാഫുകൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അതിൽ പലരെയും അവന് മനസ്സിലായില്ലെങ്കിലും എല്ലാവരോടും ഒരുപോലെ തന്നെ അറിയാവുന്നതുപോലെ തന്നെ അവൻ സംസാരിച്ചു. കുറച്ചു നേരം സംസാരിച്ചിട്ട് അവരെല്ലാം അവരവരുടെ വർക്കിലേക്ക് തിരിഞ്ഞു. മാധവ് ടേബിളിരുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്ത് വെറുതെ മറിച്ചു നോക്കി. മോനെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ ചോദ്യം കേട്ട് അവൻ ന്യൂസ് പേപ്പറിൽ നിന്നും മുഖമുയർത്തി നോക്കി. അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. വേഷമൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെന്ന് അവന് തോന്നി. സുഖം ചേച്ചി, ചിരിയോടെ അവൻ പറഞ്ഞു. എന്നാലും മോൻ ചെയ്തത് അത്ര ശരിയായില്ല. എടുത്തടിച്ചതുപോലെയുള്ള അവരുടെ സംസാരം കേട്ട് മാധവ് നെറ്റി ചുളിച്ചു. എന്ത് കാര്യമാണ് ഇവർ ഈ പറയുന്നത് എന്ന് അവന് വ്യക്തമായില്ല. എന്താ ചേച്ചി? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. മോൻ 2ാമത് കല്യാണം കഴിച്ച കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നു. എന്നാലും ഒരു അപകടം പറ്റിയപ്പോൾ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചത് മോശമായി പോയി. അവരുടെ മുഖത്ത് നേരിയൊരു ദേഷ്യം പ്രകടമായിരുന്നു. മാധവൻ അവർക്ക് എന്ത് മറുപടി നൽകുമെന്ന് അറിയില്ലായിരുന്നു. ഇനിയും അപകടങ്ങൾ പറ്റും. അപ്പോഴെല്ലാം ഭാര്യയെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മോൻ എത്ര കല്യാണം കഴിക്കും? അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് ചോളിപ്പോയി. ആ പറഞ്ഞത് ആരെങ്കിലും കേട്ടോ എന്നറിയാനായി ചുറ്റും നോക്കി. ഇല്ല,
എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ്. മാധവ് വേഗം ലോഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴും ആ സ്ത്രീ പിറകിൽ നിന്നും എന്തോ പിറുപിറുക്കുന്നത് അവ്യക്തമായിട്ടാണെങ്കിലും അവൻ കേട്ടു. ബാങ്കിൽ നിന്നും ഇറങ്ങിയ മാധവ് നേരെ പാർക്കിങ്ങിൽ കിടക്കുന്ന തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. ശരിക്കും എന്താ തൻ്റെ ജീവിതത്തിൽ നടന്നത്? എന്തിനാണ് തീർത്ഥയെ എല്ലാവരും കൂടി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ആർദ്രയെ വിവാഹം കഴിപ്പിച്ചത്? ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമല്ലേ തൻ്റെ ദോഷം തീരുള്ളൂ. തീർത്ഥയിൽ തനിക്ക് കുഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അവന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഉത്തരം കിട്ടണമെങ്കിൽ അമ്മയോട് തന്നെ ചോദിക്കണം. അല്ലാതെ താൻ വിഷ്ണുവിനോടും തീർത്ഥയോടും ചോദിച്ചിട്ട് എന്ത് കാര്യം? അവർക്ക് തൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപകടത്തിന് ശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയും ആർദ്രയുമാണ്. എന്തായാലും ഇന്ന് തന്നെ അവരോട് അതിനെപ്പറ്റി സംസാരിക്കണം. ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം. വിഷ്ണു വരുന്നത് കണ്ടെങ്കിലും അവനൊന്നും പറയാൻ നിൽക്കാതെ കാറുമെടുത്ത് ഹൈവേയിലേക്ക് ഇറങ്ങി. ഇവനിതെന്താ പറ്റിയത്? തന്നെ കണ്ടിട്ടും കാർ നിർത്താതെ പോകുന്നത് കണ്ട് വിഷ്ണു തല ചൊറിഞ്ഞു. എന്തായാലും രക്ഷപ്പെട്ടു. കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ടല്ലോ. ആശ്വാസത്തോടെ അവൻ തിരികെ ബാങ്കിലേക്ക് കയറിപ്പോയി. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? നീ പറഞ്ഞതിലപ്പുറം എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മാധവ് വന്നു. അതിനുശേഷം അയാളുടെ അമ്മ വന്നു. ഇവരെല്ലാവരും എന്തിനാ നിന്നെ അന്വേഷിച്ച് വരുന്നത്? നിനക്ക് എന്നോട് പറയാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നീ അത് പറയേ. നിന്റെ ഒപ്പം എന്തിനും ഞാനുണ്ടാകും. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിക്കാനായി സമയം കിട്ടിയപ്പോൾ അമൃത ചോദിച്ചു. ഇന്നലത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ഇരുവരും. തീർത്ഥയ്ക്കും ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചുരുക്കിയാണെങ്കിലും അവൾ അമൃതയോട് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, എന്തൊക്കെയാ? ഞാനെങ്ങാനും ആയിരിക്കണം ആ തള്ളയുടെയും മോളുടെയും കരണം അടിച്ചു പൊട്ടിച്ചുകൊണ്ട് അയാൾക്കൊപ്പം ആ വീട്ടിൽ തന്നെ സുഖമായി ജീവിച്ചേനെ. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിനക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ, അയാൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി അയാൾ വന്നു വിളിച്ചാൽ പോ. വെറുതെ നല്ലൊരു ജീവിതം പാഴാക്കരുത്. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അമൃത പറഞ്ഞു. ഏയ്, അതൊന്നും ഇനി നടക്കില്ല അമൃത. ഇനിയൊരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലില്ല. കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എനിക്കത് മതി. അവൾ നെടുവീർപ്പിട്ടു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. എല്ലാവരും കൂടി അയാളെ കള്ളങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. തെറ്റിദ്ധാരണ മാറിയപ്പോൾ അയാൾ ആദ്യം ഓടി വന്നത് നിന്റെ അടുത്തേക്കാണ്. എന്താ അതിന് കാരണം? അയാൾക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്. നിനക്കൊപ്പമുള്ള ഒരു ജീവിതം അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ ഇത്രയും കെയർ ചെയ്യുന്ന ഒരാൾക്കൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത്? അമൃതയുടെ ആ ചോദ്യം അവളുടെ മനസ്സിലെ തീരുമാനങ്ങൾക്ക് നേരിയ ഉലച്ചിലുണ്ടാക്കി. പക്ഷേ അതൊന്നും ഇനി നടക്കില്ല. എല്ലാത്തിൻ്റെയും സമയം കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണ്. അവളുടെ കെട്ടുതാലി പൊട്ടിച്ചിട്ട് വേണ്ട എനിക്കെൻ്റെ ജീവിതം. ഇപ്പോഴുള്ള ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഒരുപാട് പ്രതീക്ഷിക്കുമ്പോഴാണ് ഒരുപാട് ദുഃഖങ്ങൾ കിട്ടുന്നത്. വരണ്ട പുഞ്ചിരിയോടെ തീർത്ത തല താഴ്ത്തി. നിനക്ക് സങ്കടപ്പെടാൻ വിധിയുണ്ടെങ്കിൽ സങ്കടപ്പെടുക തന്നെ ചെയ്യും. അതിപ്പോൾ എത്ര കരുതിയിരുന്നിട്ടും കാര്യമില്ല. ആ മാധവെന്ന് പറഞ്ഞ ആൾ ഇനിയും വരികയാണെങ്കിൽ നീയൊന്ന് സംസാരിക്കേ. എന്താ അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്ക്. എന്നിട്ടൊരു തീരുമാനമെടുത്താൽ മതി. അവളുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അമൃത പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ തീർത്ത മെല്ലെ മിഴികൾ ഉയർത്തി അവളെ നോക്കി. അപ്പോഴേക്കും അവർക്ക് വർക്കിന് തിരികെ കയറാനുള്ള ടൈമായിരുന്നു. ഇരുവരും അവരുടെ ക്യാബിനിലേക്ക് നടന്നു. അന്നത്തെ ദിവസം മുഴുവൻ തീർത്ഥയുടെ ചിന്ത അമൃത പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയായിരുന്നു. പക്ഷേ വീണ്ടും ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമായി പോകുമെന്നൊരു തോന്നൽ അവളിലുണ്ടായി. എത്ര അനുഭവിച്ചു, എത്ര നാൾ വേണ്ടി വന്നു അതൊന്നും മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട്. എന്നിട്ടും മനസ്സിലെ മുറിവുകളൊന്നും പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല. ഇനിയും ആ ഒരു അവസ്ഥ അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. മരിക്കാതെ പിടിച്ചു നിന്നതുപോലും തൻ്റെ ശിവുവിന് വേണ്ടിയായിരുന്നു. അവൾ നെടുവീർപ്പിട്ടുകൊണ്ട് യാന്ത്രികമായി തൻ്റെ ജോലികൾ തുടർന്നുകൊണ്ടിരുന്നു. അമ്മ എവിടെ ചിറ്റേ? രാത്രിയിലേക്കുള്ള ചപ്പാത്തിയുടെ മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും മാധവിൻ്റെ ചോദ്യം ജാനകി കേട്ടത്. അവർ തിരിഞ്ഞു നോക്കി. അമ്മയും ആർദ്രയും അമ്പലത്തിൽ പോയി. എന്തേ, ചായ വേണോ? ജാനകി ചോദിച്ചു. വേണ്ട ചിറ്റേ. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞെങ്കിലും അടുക്കള വിട്ട് പുറത്തേക്ക് പോയില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ വീണ്ടും ജാനകിയുടെ നേരെ തിരിഞ്ഞു നിന്നു. ചിറ്റേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം മാത്രം പറയോ? മാധവിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ജാനകി എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അവർ യാന്ത്രികമായി തലയാട്ടി. എന്തിനായിരുന്നു തീർത്ഥയെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടത്?
മാധവ് അവരുടെ കണ്ണിലേക്ക് തറപ്പിച്ചു നോക്കി. അത് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കുന്നതാവും നല്ലത്. അതും പറഞ്ഞുകൊണ്ട് ജാനകി തിരിഞ്ഞു. ചിറ്റയ്ക്ക് അത് പറഞ്ഞാ എന്താ? മാധവ് അവർക്ക് അരികിലേക്ക് ചെന്നു. മുൻപും ഈ ചോദ്യം നീ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിനക്ക് എന്താ അറിയേണ്ടത്? ഇനിയും നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ചപ്പാത്തിയുടെ മാവ് കുഴച്ചുകൊണ്ട് ജാനകി പറഞ്ഞു. ചിറ്റേ, എനിക്ക് തീർത്തേ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സ്ലാബിൽ ചാരി നിന്നുകൊണ്ട് അവൻ ചിറ്റയുടെ മുഖത്തേക്ക് മിഴികളൂന്നി. എന്തിനാ മാധവേ ഇനിയും അതിനെ ഈ നരകത്തിൽ കൊണ്ടുവന്നിട്ട് വിഷമിപ്പിക്കുന്നത്? ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള വേദന നിന്റെ അമ്മ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയെങ്കിലും അതെവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കുന്നത് പോലെ ജാനകി ചപ്പാത്തിയുടെ മാവ് അമർത്തി കുഴച്ചു. ഇല്ല, ഇനിയൊരിക്കലും അവളെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ കുറച്ച് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എങ്കിലും അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന് എനിക്കറിയാം. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം. ചിറ്റൊന്ന് അവളോട് സംസാരിക്കാമോ? അവൻ ദയനീയമായി ജാനകിയെ നോക്കി. അതെങ്ങനെയാ മാധവേ ശരിയാകുന്നത്? ആർദ്രയുടെ കാര്യം നീ എന്താ മറക്കുന്നത്? ചതിയിലൂടെയാണ് അവൾ നിന്നെ നേടിയതെങ്കിലും അവളിപ്പോൾ നിന്റെ ഭാര്യയാണ്. ആ കാര്യം മറക്കരുത്. സ്വഭാവം കുറച്ച് മോശമാണെങ്കിലും നിന്റെ ഒരു കാര്യങ്ങൾക്കും ഇന്നേ വരെ ആയിട്ടും അവളൊരു മുടക്കവും വരുത്തിയിട്ടില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചിട്ടാണ് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ജാനകി വിഷമത്തോടെ അവനെ നോക്കി. എനിക്കതൊന്നും അറിയേണ്ട ചിറ്റേ. എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നത് തീർത്ഥയ്ക്കൊപ്പമാണ്, ആർദ്രയ്ക്കൊപ്പമല്ല. മാധവിൻ്റെ ശബ്ദം മുറുകി. അത് കേട്ടുകൊണ്ടാണ് അമ്പലത്തിൽ നിന്നും വന്ന ആർദ്ര വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വന്നത്. ഒരു നിമിഷം അവളുടെ ശരീരം മുഴുവനായി ഒന്ന് വിറച്ചുപോയി. കേട്ടത് വിശ്വസിക്കാനാകാതെ അവളുടെ കണ്ണുകൾ തുറിച്ചു. ശരീരം തളർന്നു വീണു പോകാതിരിക്കാനായി അവൾ അടുക്കളയുടെ വാതിലിൽ മുറുകെ പിടിച്ചു. ചിറ്റ ഞെട്ടലോടെ തനിക്ക് പിറകിലേക്ക് നോക്കുന്നത് കണ്ടിട്ടാണ് മാധവ് തിരിഞ്ഞു നോക്കുന്നത്. എരിയുന്ന മിഴികളോടെ മാധവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആർദ്ര. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞേ? ആർദ്ര അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴും അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാധവ് ഒന്നും പറയാതെ അവളെ ഉറ്റുനോക്കി. വീണ്ടും അവളുടെ പിറകെ പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അവളെയും കൊല്ലും, നിന്നെയും കൊല്ലും, ഞാനും ചാവും, നോക്കിക്കോ. അവൾ അവൻ്റെ നേരെ വിരൽ ചൂണ്ടി. അവളുടെ സംസാരം കേട്ട് ആകെ വിരണ്ടു നിൽക്കുകയാണ് ജാനകി. അപ്പോഴേക്കും പാർവതിയും അവിടേക്ക് വന്നു. മുറുകിയ മുഖത്തോടെ മാധവിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ആർദ്രയെ കണ്ട് കാര്യമറിയാതെ അവർ പകച്ചുപോയി. എന്താ ഇവിടെ? പാർവതി ഇരുവരുടെയും നടുക്ക് കയറി. ഇവന് എന്നെ വേണ്ടെന്ന്, അവളെ മതിയെന്ന്. ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകൾ കലങ്ങിയൊഴുകി. ആർദ്രയുടെ ദേഷ്യത്തിന് മുന്നിൽ പാർവതിയും വല്ലാതെയായി. അവർ തിരിഞ്ഞ് മാധവിനെ നോക്കി. അവൻ യാതൊരുവിധ കൂസലുമില്ലാതെ നിൽക്കുകയാണ്. കൊല്ലും ഞാൻ എല്ലാത്തിനെയും, എന്നിട്ട് ഈ വീടിനും തീയിടും. ദേഷ്യത്തോടെ ചീറിക്കൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് നടന്നു. അപ്പോഴേക്കും അടുക്കളയിലെ ഒച്ചപ്പാട് കേട്ട് ചിന്നുവും മഹിയും അങ്ങോട്ട് വന്നു. എന്താ വല്യമ്മേ? അന്തിച്ചു നിൽക്കുന്ന പാർവതിയോട് അവൾ ചോദിച്ചു. ഒന്നുമില്ല. മുഖം താഴ്ത്തി പാർവതി അവിടെ നിന്ന് നടന്നകന്നു. എന്താ അമ്മേ? ചിന്നു ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. പോയി നിന്റെ വല്യമ്മയോട് ചോദിക്കേ. മുഖം കനപ്പിച്ചുകൊണ്ട് അവർ മറുപടി പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറ. അവൾ മാധവിനെ നോക്കി. അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും തന്നെയില്ല. എന്താടാ കാര്യം? എന്തിനാ ഇവിടെ ഒച്ചയെടുത്തത്? മഹി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഒന്നുമില്ല അച്ഛാ. അവൻ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി. ജാനകി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തോ ഇവിടെ പുകയുന്നുണ്ട്. എന്തായത്? മഹി ജാനകിക്ക് നേരെ തിരിഞ്ഞു. എനിക്കറിയില്ല ഏട്ടാ ഒന്നും. അവർ മുഖം താഴ്ത്തി. ആരും ഒന്നും പറയണ്ട. അവസാനം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായി ഇതെല്ലാം വളർന്നു കഴിയുമ്പോൾ ആരും കരയാതിരുന്നാൽ മതി. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അയാളും അടുക്കള വിട്ടിറങ്ങി. അവസാനം ജാനകി മാത്രം അവിടെ ഒറ്റക്കായി. ഇതേ സമയം ആർദ്രയെ ആശ്വസിപ്പിക്കാൻ അവളുടെ മുറിയിലെത്തിയതായിരുന്നു പാർവതി. മോളെ. ബെഡിൽ കമിഴ്ന്നു കിടന്ന് ഏങ്ങലടിക്കുന്ന ആർദ്രയ്ക്കരികിൽ ചെന്നുകൊണ്ട് പാർവതി മെല്ലെ വിളിച്ചു. അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു.